ഹായ് മക്കളെ, +1 ഫിസിക്സിന്റെ കാര്യത്തിൽ കുട്ടികളോടും ടീച്ചേഴ്സിനോടും വലിയൊരു ചതി തന്നെയാണ് വെച്ചിരിക്കുന്നത് പറയാതെ എനിക്ക് വയ്യ. നമ്മുടെ എക്സാമിന്റെ സ്കീം ഓഫ് വർക്ക് നോക്കുകയാണെങ്കിൽ ഒരു വൻ മണ്ടത്തരം, ഒരു ബ്ലണ്ടർ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മണ്ടത്തരം എന്താണെന്ന് നിങ്ങളോട് എക്സ്പോസ് ചെയ്യാണ്. മക്കളെ, ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയാം. പല കുട്ടികളും ഇപ്പോഴും സീറോയിൽ നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പോലും ധാരണയില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫിസിക്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സ്കീം ഓഫ് വർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വന്ന സ്കീം ഓഫ് വർക്ക് ആണ്. ഇതിൽ കൃത്യമായിട്ട് ടേം 1 എന്ന് പറഞ്ഞ് അവർ കൊടുത്തിട്ടുള്ളത്. അതായത് ഓണപരീക്ഷയ്ക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഫിസിക്സിന്റെ കേസിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് തൊട്ട് ലോസ് ഓഫ് മോഷൻ അടങ്ങിയ 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ ഓണപരീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു ഒഫീഷ്യൽ ഓണം എക്സാമും ഇല്ല. പല സ്കൂളുകളിലും 1-2 ചാപ്റ്റേഴ്സ് അടങ്ങിയുള്ള യൂണിറ്റ് ടെസ്റ്റുകളാണ് നടത്തിയത്. പല സ്കൂളുകളിലും ഒരു ഒഫീഷ്യൽ ഓണപരീക്ഷ പോലും നടന്നിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പല കുട്ടികളും ഈ 4 ചാപ്റ്റേഴ്സും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സാം എഴുതിയിട്ടില്ല. ആ സമയത്താണ് ടേം 1 കഴിഞ്ഞുള്ള ടേം 2ന്റെ സ്കീം ഓഫ് വർക്ക് വന്നത്. ആ സ്കീം ഓഫ് വർക്കിൽ നോക്കിയാൽ നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് കാണും നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഓണത്തിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് വർക്ക് എനർജി പവർ മുതൽ അങ്ങ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് വോള്യത്തിലെ തെർമോഡൈനാമിക്സ് വരെ നിങ്ങൾ പഠിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ വരുന്ന ഡിസംബർ എക്സാമിന് തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിച്ചാൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ വർഷം അത് അവർ തെളിയിച്ചതാ. തെർമോഡൈനാമിക്സും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇവിടുത്തെ ഒരു പ്രശ്നം പറയട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വലിയ ചതിന്ന് കുട്ടികളുടെ കാര്യത്തിലും ടീച്ചേഴ്സിന്റെ കാര്യത്തിലും പറയുന്നത് പറയട്ടെ. കാരണം നിങ്ങൾ ആലോചിച്ചേ, ഓണത്തിന് ശേഷം ആ ഒരു സമയത്തിന് ശേഷമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തില് പല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലപ്പോഴും നടക്കാതിരുന്ന ഉപജില്ല, ജില്ലാ, സംസ്ഥാന കലാശാസ്ത്ര കായിക മേളകളൊക്കെ കൃത്യമായിട്ട് ഈ വർഷം നടന്നിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷെ കേരളത്തിലെ നല്ലൊരു ശതമാനം കുട്ടികളും ഇതിന്റെ പുറകെ ആയിരുന്നു. കുട്ടികൾ മാത്രമല്ല, ടീച്ചേഴ്സ് അടക്കം അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഈ മേളകൾ നടന്നുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ മാസങ്ങളിലും നവംബർ മാസങ്ങളിലും ഈവൻ സെപ്റ്റംബർ മാസത്തിൽ പോലും എന്തായിരുന്നു, ടീച്ചേഴ്സ് എല്ലാവരും കുട്ടികളെല്ലാവരും ഇതിലും ബേസ് ചെയ്തിട്ട് ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ പല കുട്ടികളോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിലെ പല ചാപ്റ്റേഴ്സും ഞങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ച് തീർന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഒക്കെയാണ് എടുക്കുന്നത്. ഈ തെർമൽ പ്രോപ്പർട്ടിയും തെർമോഡൈനാമിക്സും സാറേ ഞങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല എന്നാ പറയുന്നത്. പല സ്കൂളുകളിലും ചില ഈ ചാപ്റ്റേഴ്സ് ഒക്കെ സമയം കുറവുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തോ റീസൺ കൊണ്ട് ടീച്ചേഴ്സ് ഒക്കെ സെമിനാർ എടുക്കാനാ പറയുന്നത്. എങ്ങനെയാ ഒരു കുട്ടികൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പോലുള്ള അതിലെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സെമിനാർ എടുത്ത് പഠിക്കുക? അതൊക്കെ വൻ മണ്ടത്തരമല്ലേ? അതൊക്കെ എന്തൊക്കെയോ കാരണം കൊണ്ട് കുട്ടികൾക്കാണ് ഫൈനലി അഫക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ് ചോദ്യങ്ങൾ വരും. കഴിഞ്ഞ വർഷത്തെ മാർക്ക് പാറ്റേൺ നിങ്ങൾ നോക്കിക്കോ. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഇത് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചോ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 2023 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് മുതൽ, അതായത് ടേം 1 നിന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ തൊട്ടിട്ട് അങ്ങ് അവസാനം തെർമോഡൈനാമിക്സ് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്ക്, എല്ലാ ചാപ്റ്ററിനും അത്യാവശ്യം നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കുറഞ്ഞ സമയത്ത് ക്ലാസ്സുകൾ നടന്നിട്ടില്ല, പല കലാ കായിക ശാസ്ത്രമേളകൾ കുട്ടികൾ ഇൻവോൾവ് ആണ്, ടീച്ചേഴ്സും കുട്ടികൾക്കും സമയമില്ല. അപ്പോൾ ആ സമയത്ത് എങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക? ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. സ്കീം ഓഫ് വർക്ക് ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും തിരിച്ചൊരു മറുപടി പറയും അല്ലേ, ഇതിനെ ബന്ധപ്പെട്ടവർ പറയും ഇതൊക്കെ കുട്ടികൾ പഠിക്കേണ്ടതല്ലേ, നേരത്തെ പഠിക്കേണ്ടതല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്തതെങ്കിൽ ഇതെല്ലാം നടക്കില്ലായിരുന്നോ? +1 അഡ്മിഷൻ തൊട്ടിട്ട് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നോക്കിക്കുക, എല്ലാം പ്ലാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇനി ഒന്നും രക്ഷയില്ല, അവർ മാറ്റാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മനസ്സിൽ ഇതേ തോട്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ സത്യം ഉണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈവൻ നിങ്ങൾ ടീച്ചേഴ്സിന് പോലും ഷെയർ ചെയ്തോ, അവർക്ക് സാറ് പറയുന്നതിന്റെ ഫീലിംഗ് മനസ്സിലാവും. കാരണം കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഫൈനൽ എക്സാമിനാണെങ്കിലും ഓക്കെ. ഇനി ഇവിടുത്തെ രസകരമായ കാര്യം വേറെ എന്താ അറിയോ? ഈ 3rd ടേമിൽ നിങ്ങൾ നോക്കിക്കേ, വെറും 3 പാഠമാണുള്ള കൈനറ്റിക് തിയറി. +1 +1ഉം +2 തന്നെ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് ഈ കൈനറ്റിക് തിയറി. അതവിടെ ഉണ്ട്. ഈ ഓസിലേഷൻ വേവ് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞു ചാപ്റ്റേഴ്സാ. ഒരു 2-3 പീരീഡ് കൊണ്ട് ടീച്ചേഴ്സിന് തീർത്തു കൊടുക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സാ. അതായത് ഡിസംബറിന് ശേഷമുള്ള ഈ 3rd ടേമിൽ ജാനുവരിയിലും ഫെബ്രുവരിയിലും നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ഉള്ളൂ എന്ന് അവർ പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, അല്പം കുട്ടികളെ ആ ഒരു മാനസിക അവസ്ഥ പരിഗണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമായിരുന്നു? ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വരെയൊക്കെ എക്സാമിന് വരുത്തായിരുന്നു. അല്ലെങ്കിൽ പോട്ടെ, ഈ ഫ്ലൂയിഡ്സ് ഒരു 9 പാഠമെങ്കിലായിരുന്നു നിങ്ങൾ സെക്കൻഡ് ടേമിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി പോട്ടെ, വേഴ്സ്റ്റ് കേസിൽ ഈ തെർമോഡൈനാമിക്സ് എങ്കിലും ഇങ്ങോട്ട് ആയി കൊടുത്തില്ലായിരുന്നു. കാരണം കുട്ടികൾക്കൊന്നും ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചാൽ മനസ്സിലാവാത്ത ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇനി ആരോട് ഇത് പറയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ പറയാം. ഞാൻ ആക്ച്വലി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോ ചാപ്റ്ററിലും നമ്മൾ ഇനി
മുന്നോട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് വേണേൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആവശ്യമില്ല. താഴെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, അതിൽ ഞാൻ PDF എന്തായാലും പോസ്റ്റ് ചെയ്യാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ SI യൂണിറ്റും അതിൻ്റെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ യൂണിറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു 1 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നീട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സ്റ്റേറ്റ് ചെയ്യാൻ എന്തായാലും ചോദിക്കും. ആ സ്റ്റേറ്റ്മെന്റും അതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷനിൽ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷനോ അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് അൺനോൺ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റിയോ ഇതിലേതെങ്കിലും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ലാസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം 2 മാർക്കിനൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. മോഷൻ എ സ്ട്രേറ്റ് ലൈനിൽ ഞാൻ മാറിയിരിക്കുന്നു, സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് PDF കിട്ടും. അതിൽ നിങ്ങൾക്ക് യൂണിഫോം മോഷൻ എന്താണെന്നും യൂണിഫോം വെലോസിറ്റി എന്താണെന്നും ഇൻസ്റ്റന്റാനിയസ് സ്പീഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാറുണ്ട്. സ്ലോപ്പ് ആൻഡ് ഏരിയ ഓഫ് VT ഗ്രാഫ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻ പോലും ഉണ്ട്. XT ഗ്രാഫും അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും വന്നിട്ടുണ്ട്. ന്യൂമറിക്കൽസ് ചെയ്ത് പഠിച്ചേ പറ്റൂ കേട്ടോ. പിന്നീട് വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്ന ഒബ്ജക്റ്റിൻ്റെയും താഴോട്ട് പോകുന്ന ഒബ്ജക്ട്സിൻ്റെയും VT ഗ്രാഫ് വരയ്ക്കാൻ വരുന്നു. പിന്നെ റെസ്റ്റിൽ യൂണിഫോം മോഷനിൽ യൂണിഫോം ആക്സലറേഷനിലൊക്കെ ഉള്ള VT XT ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നു. പിന്നെ കൈനമാറ്റിക് ഇക്വേഷൻസ് ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറയുന്നു. പിന്നീട് ഫ്രീ ഫോൾ, ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രാഫ് ന്യൂമറിക്കൽസ് ഒക്കെ കൃത്യമായി നിങ്ങൾ പഠിക്കണം. നല്ല മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്കാണ്. മോഷനെ പ്ലെയിനിലോട്ട് ഇറക്കുകയാണെങ്കിൽ മക്കളെ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാണ്. വെക്ടറും അതിൻ്റെ ടൈപ്സ്, പ്രത്യേകിച്ച് യൂണിറ്റ് വെക്ടർ, നൾ വെക്ടർ, ഈക്വൽ വെക്ടർ ഒക്കെ ഏതാണ് എക്സാമ്പിൾ അടക്കം പഠിക്കണം. എക്സാമ്പിൾ പഠിച്ചില്ലെങ്കിൽ പണി പാടും കേട്ടോ, അവരങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നീട് ട്രയാങ്കുലർ ലോയും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ നിങ്ങൾ പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് പഠിക്കണം, ഫിഗർ പഠിക്കണം കേട്ടോ. പിന്നീട് പ്രൊജക്ടൈൽ മോഷൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ട്രജക്ടറി എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച്, ഹൈറ്റിൻ്റെ ഡെറിവേഷൻസ് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട മാക്സിമം ഹൈറ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നീട് യൂണിഫോം സർക്കുലർ മോഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്നും അതിൻ്റെ എക്സാമ്പിൾസും അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി നമ്മൾ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാനും പിന്നീട് സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡെറിവേഷനും നിങ്ങളോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മോഷൻ ഇൻ എ പ്ലെയിൻ്റെ കേസിൽ. ലോസ് ഓഫ് മോഷനിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻസ് സ്റ്റേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇനേഷ്യ എന്താണെന്നും പിന്നെ ആക്ഷനും റിയാക്ഷനും എന്താണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അടുത്ത എന്താ, ലീനിയർ മൊമെന്റും ഇമ്പൾസും അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാറുണ്ട്. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, അതിൽ നിന്ന് റീകോയിൽ ഓഫ് ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി അല്ലെങ്കിൽ അങ്ങോട്ട് ബുള്ളറ്റ് പോകുന്ന മസിൽ വെലോസിറ്റി, ഇതിൽ നിന്ന് എന്തെങ്കിലും ഡെറിവേഷനോ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമോ ഉറപ്പിച്ചോ വന്നിരിക്കും കേട്ടോ. പിന്നീട് ഫ്രിക്ഷന്റെ ടൈപ്സ്, അത് എപ്പോഴൊക്കെ ആക്ട് ചെയ്യുക, നമുക്ക് ഫ്രിക്ഷൻ എപ്പോഴൊക്കെ ഉപകാരപ്പെടുക, എപ്പോഴൊക്കെ നമുക്ക് ഡിസഡ്വാൻറ്റേജ് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം. ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ഓർത്ത് വെക്കണം. പിന്നീട് ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീപോസും അതുമായി ബന്ധപ്പെട്ട റിലേഷനും ഡെഫിനീഷൻസ് ഓർത്ത് വെക്കാം. പിന്നെ സർക്കുലർ ലെവൽ റോഡിലും പിന്നെ ബാങ്ക്ഡ് ലെവൽ റോഡിലുള്ള ഈ കേസസ് ഒക്കെ ഓർത്ത് വെക്കുക. അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട് അല്ലേ, മാക്സിമം സേഫ് സ്പീഡിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. ലെവൽ റോഡിലും ബാങ്ക്ഡ് റോഡിലും നിങ്ങൾ പഠിച്ചേ പറ്റും. അപ്പോൾ ഇത്രയാണ് ലോസ് ഓഫ് മോഷനിൽ പഠിക്കാനുള്ളത്. ഇനി വർക്ക് എനർജി പവറിൽ വരികയാണെങ്കിൽ വർക്ക് എന്താന്ന് പഠിക്കണം. അതിന്റെ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വർക്കിന്റെ എക്സാമ്പിളും അതിന്റെ കേസസും നിങ്ങൾ പഠിക്കണം, പഠിക്കാതെ പോകരുത്. പിന്നീട് വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും പഠിക്കണം. പിന്നീട് മൊമെന്റം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിൽ നിന്ന് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും അത് വെച്ചുള്ള ആർക്കാണ് മൊമെന്റം കൂടുതൽ അല്ലെങ്കിൽ ആർക്കാണ് കൈനറ്റിക് എനർജി കുറവ് എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. പിന്നീട് ഇതിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ്. ഇതിന്ന് ചോദ്യം വന്നിരിക്കും കേട്ടോ. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്നുള്ള ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. കൺസർവേറ്റീവ് ഫോഴ്സ് ഡെഫിനീഷനും അതിൻ്റെ എക്സാമ്പിളും ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ടോപ്പിക്കാണ് പവർ എന്താണെന്നും അതിൻ്റെ ഡെഫിനീഷൻ, അതിൻ്റെ യൂണിറ്റ്സ്, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓർത്ത് വെക്കുക. ലാസ്റ്റ് കൊളിഷൻ, 1 ഡയമെൻഷണൽ കൊളിഷൻ പഠിച്ചാൽ മതി, 2 ഡയമെൻഷണൽ കൊളിഷൻ പഠിക്കേണ്ട കാര്യമില്ല. അതിൽ ഇലാസ്റ്റിക് കൊളിഷനും ഇൻഇലാസ്റ്റിക് കൊളിഷൻ നിങ്ങൾ പഠിക്കണം. അടുത്തത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിലേക്ക് പോവുകയാണെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ സെന്റർ ഓഫ് മാസ് എന്താണെന്നുള്ള ഡെഫിനീഷൻ പഠിക്കണം, ഇൻക്ലൂഡിങ് എക്സാമ്പിൾ ഓർത്ത് വെക്കണം. സെന്റർ ഓഫ് മാസിന്റെ കേസിൽ ചിലപ്പോൾ ചിത്രമൊക്കെ തന്നിട്ടില്ല സെന്റർ ഓഫ് മാസ് എവിടെയാണെന്നുള്ളത് ചോദിക്കും. പിന്നീട് ടോർക്ക് എന്താണെന്നും അതിന്റെ ഡെഫിനീഷൻ, ഇക്വേഷൻ, അത് ഫോഴ്സിന് അനലോഗസ് ആണെന്ന് ഓർത്ത് വെക്കുക. എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക മിനിമം ആവുന്നുള്ള കേസ് പഠിക്കണം. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം, ഇത് ഡെഫിനീഷൻ, ഈ ഡെറിവേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ, ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, ആംഗുലാർ മൊമെന്റത്തിന്റെ ഡെഫിനീഷനും അത് എക്സാമ്പിൾസ്, പ്രത്യേകിച്ച് ആ ഡാൻസർ കേസിൽ ഡാൻസർ കൈ അടുപ്പിക്കുന്നു, കൈ ഇങ്ങനെ
വിടർത്തുന്നു. ആ കേസൊക്കെ എക്സാമ്പിൾ അടക്കം നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നീട് കപ്പിൾ എന്താണ്? മറ്റേ കപ്പിൾ അല്ല, ഇത് മെക്കാനിക്കൽ കപ്പിളാണ്. അതിൻ്റെ എക്സാമ്പിളും പ്രിൻസിപ്പിൾ ഓഫ് കപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താന്ന് പഠിക്കണം, അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളും ഒക്കെ ഓർത്ത് വെക്കണം. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഡെഫിനേഷനും ഇക്വേഷൻ ഓർത്ത് വെക്കണം. പിന്നീട് ഇക്വേഷൻ ഓഫ് റൊട്ടേഷൻ മോഷൻ വിത്ത് ന്യൂമറിക്കൽ പ്രോബ്ലം. ഇവിടെ നിന്നൊരു ചോദ്യം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു ആംഗുലർ വെലോസിറ്റി എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ട്, അപ്പോൾ കുറച്ച് പഠിക്കാനുള്ളൂ, പേടിക്കേണ്ട. അടുത്ത ഗ്രാവിറ്റേഷനിൽ വരുമ്പോൾ എനിക്ക് ധൈര്യപൂർവ്വം വരിക. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറ് ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ചേഞ്ച്, ഷേപ്പ് കാരണം, ഹൈറ്റ് കാരണം, ഡെപ്ത് കാരണമുള്ള ചേഞ്ചുകളാണ് കൂടുതൽ വരാറ്. പിന്നീട് അതിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനീഷൻ ഒരു ഇൻ്റഗ്രേഷണൽ ഡെറിവേഷൻ ആണ്, ഓർത്ത് വെക്കുക. 4 മുതൽ 5 മാർക്കിന് വരെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എസ്കേപ്പ് വെലോസിറ്റി ഡിറൈവ് ചെയ്യാനും, പിന്നീട് സാറ്റലൈറ്റ് എന്താണെന്നും സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി, ടൈം പീരീഡ്, എനർജി പഠിക്കാനുണ്ട്. പിന്നെ ലാസ്റ്റ് പഠിക്കാനുള്ളത് മക്കളെ കെപ്ലേഴ്സ് ലോൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ സ്റ്റേറ്റ് ചെയ്യാനും അത് വെച്ചിട്ടുള്ള അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നതിൽ നിന്നുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അതൊന്ന് ഡെഫിനീഷനോ അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ വെച്ച് ഓർത്ത് വെക്കുക കേട്ടോ. ലാസ്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലേക്ക് പോരാൻ ലാസ്റ്റ് എത്തിയില്ല, ഇനിയും 2-3 പാഠങ്ങൾ കൂടി ഉണ്ട് അല്ലേ? എനിക്കറിയാം കുറേ പാഠങ്ങളായില്ലേ, ഇത് പേടിയാവുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട് ചെയ്ത ചതിയാണിതെന്ന്. അപ്പോൾ ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും എന്താണെന്ന് ഓർത്ത് വെക്കണം. പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ എന്താണെന്നുള്ള ഡെഫിനീഷനും അതിലെ ടൈപ്പുകളുണ്ട്. പലതരം സ്ട്രെസ്, പലതരം സ്ട്രെയിൻ ഉണ്ട്. ആ ടൈപ്സ് പഠിക്കണം. അതിൻ്റെ പേരുകളൊക്കെ മാറിപ്പോകാതെ ഓർത്ത് വെക്കണം. ഹൂക്സ് ലോ ഓഫ് എലാസ്റ്റിസിറ്റി സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും പഠിക്കണം. പിന്നീട് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്താണെന്നും അതിൻ്റെ ടൈപ്സ്, യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ് എന്താണെന്നും അതിൻ്റെ ഡെഫിനീഷൻ ഓർത്ത് വെക്കുക, ഇക്വേഷൻ ഓർത്ത് വെക്കുക. ലാസ്റ്റ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓർത്ത് വെക്കുക ഓഫ് എ ടെൻസൈൽ മെറ്റീരിയൽ. ഒരു ഗ്രാഫിലായിരുന്നു, ആ ഗ്രാഫ് അതിലെ പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയ പാഠമാണ്. ഇനി ഫ്ലൂയിഡ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാഠമാണ്. നിങ്ങൾ നോക്കിക്കോ, ലാസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വന്ന ചാപ്റ്റർ ഏതാ? ഫ്ലൂയിഡ്സ് ആണ്. ഓണപരീക്ഷ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത് ഫ്ലൂയിഡ്സിൽ നിന്നാ. സ്കിപ്പ് ചെയ്യരുത്, ഫ്ലൂയിഡ്സ് പഠിക്കാതെ ഒരു കാരണവശാലും, ഞാൻ നിങ്ങളോട് കൈ കൂപ്പി പറയാം കേട്ടോ, ഒരു കാരണവശാലും നിങ്ങൾ ടഫാണ് ഡെറിവേഷൻസ് എന്ന് വെച്ച് ഫ്ലൂയിഡ്സ് സ്കിപ്പ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ എന്ന് പറഞ്ഞ ആ സ്വപ്നം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഫ്ലൂയിഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രഷർ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് സാധനങ്ങളുണ്ട്. അതിൽ നിന്ന് പാസ്കൽസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം പഠിച്ചിരിക്കണം, അതിൻ്റെ ഡെറിവേഷനും ന്യൂമറിക്കൽ പ്രോബ്ലം. പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിൻ്റെ ഡെറിവേഷനും അതുമായി ബന്ധപ്പെട്ട് ബെർണോളിസ് പ്രിൻസിപ്പിളും എന്താണെന്നും അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്നാണ്. കൺസർവേഷൻ ഓഫ് എനർജി ആണോ കൺസർവേഷൻ ഓഫ് മാസ് ആണോക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നീട് അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതിലാണ് സ്പീഡ് ഓഫ് റിഫ്ലക്സ് എന്ന് വരുന്നത്. അതിൽ തന്നെയാണ് ടോറിസെല്ലീസ് ലോ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത് കേട്ടോ. പിന്നെ ടെർമിനൽ വെലോസിറ്റി എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ ഡെറിവേഷനും കേട്ടോ ഓർത്ത് വെക്കുക. അതൊക്കെ ഡെറിവേഷൻസ് ആണ്. ലാസ്റ്റ് സർഫസ് ടെൻഷൻ എന്താണെന്നും അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. അതിൽ സർഫസ് എനർജി വരുന്നുണ്ട്, എക്സസ് പ്രഷർ ഇൻ ഡ്രോപ്പ് ബബിളിൽ ഒരു കേസ് വരുന്നുണ്ട്, അതൊക്കെ ഓർത്ത് വെക്കണം. ഡെറിവേഷൻസ് ഏത് വേണേലും വരാൻ പറ്റിയ ചാപ്റ്ററാണ്. ലാസ്റ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൽ അതുമായി ബന്ധപ്പെട്ട കാപ്പിലറി റൈസും അതുമായി ഡെറിവേഷനും, കാപ്പിലറി റൈസിന്റെ ഡെറിവേഷൻ വരാറുണ്ട്. ഏറ്റവും വലുതാണ്, ഏറ്റവും വലിയ ഡെറിവേഷൻ ഉണ്ട്, പഠിച്ചേ പറ്റും, സ്കിപ്പ് ചെയ്യരുത്. ക്ലാസ് എജ് ബോർഡ് നിങ്ങൾ നൽകും, ഒരു പേടിയും വേണ്ട. ലാസ്റ്റ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ കേസിൽ ഒന്നുകൂടി ഉണ്ട്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്തുണ്ട് സ്കെയിലുകളുണ്ട്. ആ സ്കെയിലുകൾ നമ്മൾ റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക. കെൽവിന്, സെൽഷ്യസ് ആൻഡ് ഫാരൻഹൈറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക. പിന്നെ തെർമൽ എക്സ്പാൻഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ലീനിയർ, വോളിയോമെട്രിക് അങ്ങനെ പറഞ്ഞല്ലേ, അതിൻ്റെ റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക. പിന്നെ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അതിൽ ഒരു ലേക്ക് ഫ്രീസ് ആവുന്ന കേസില്ലേ, അത് ഇൻക്ലൂഡിങ് ആ ഗ്രാഫ് അടക്കം നിങ്ങൾ പഠിക്കുക കേട്ടോ. ആൻഡ് എപ്പോഴാണ് മാക്സിമം ഡെൻസിറ്റി വരിക എന്നുള്ള കേസൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നീട് അടുത്ത ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നും ഓർത്ത് വെക്കുക. അതിൻ്റെ യൂണിറ്റ്സും നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നീട് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇവർ തമ്മിലെ ഡിഫറൻസ് ഫിഗർ തന്നിട്ട് അവർ ചോദിക്കുക. അതായത് ദൂരെ തീണ്ട് ഞാൻ ഇവിടെ കൈ വെച്ചാൽ അത് കണ്ടക്ഷൻ ആണോ റേഡിയേഷൻ ആണോ അല്ലെങ്കിൽ പിന്നെ കൺവെക്ഷൻ ആണോ ഏതാ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളും വരാറുണ്ട്. പ്രാക്ടിക്കൽ കേസസ് ആണ് ചോദിക്കുക. പിന്നെ സീ ബ്രീസും ലാൻഡ് ബ്രീസും ബേസ് ചെയ്തിട്ടുള്ള പ്രഷറുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അവസാനം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം വരാറുണ്ട് കേട്ടോ. കഴിഞ്ഞു തെർമോഡൈനാമിക്സ്. ലാസ്റ്റ് പാഠം ചതി തന്നെ അല്ലേ. ഇത്രയും പാഠം ഇപ്പം ഉണ്ട് എന്നല്ല എപ്പോഴും മനസ്സിലാവുന്നത് അല്ലേ. ഇത്രയും കണ്ടന്റോ സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും. അത് ഞാൻ ഉറപ്പ് തരാം സാർ. ആ ടോണിൽ പറയാൻ കാരണം നിങ്ങൾക്ക് ആ സീരിയസ്നെസ് വരാനാട്ടോ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ എജ്ബോർഡും തയ്യാറാണ്. തെർമോഡൈനാമിക്സിൽ തെർമൽ ഇക്വിലിബ്രിയം സീറോത്ത് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ലോയും അതിൽ നിന്ന് മേയേഴ്സ് റിലേഷൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഡെറിവേഷൻ ഇൻ കേസ് ഓർത്ത് വെച്ചില്ലെങ്കിലും ആ റിലേഷൻഷിപ്പ് മേയേഴ്സ് റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കുക. പിന്നീട് തെർമോഡൈനാമിക് പ്രോസസ്
പ്രോസസ്സിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ്, അഡാബാറ്റിക് എയർ അല്ലെങ്കിൽ ഐസോതെർമൽ എയർ, ഐസോബാറിക് എയർ, ഐസോകോറിക് എയർ എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഓർത്ത് വെക്കുക. വർക്ക് ഡൺ ഐസോതെർമലും അഡാബാറ്റിക്കും നിങ്ങൾ നിർബന്ധമായിട്ട് ഡെറിവേഷൻ പഠിച്ചു വെക്കണം. സെക്കൻഡ് ലോന്റെ സ്റ്റേറ്റ്മെന്റും അതിന്റെ കെവിൻ പ്ലാങ്ക്സ് അല്ലെങ്കിൽ ക്ലോഷർ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഈ സെക്കൻഡ് ലോന്റെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, അതും പഠിച്ചു വെക്കുക. പിന്നീട് കാർനോട്ട് എഞ്ചിനിൽ മസ്റ്റ് ആണ്. കാർനോട്ട് എഞ്ചിനിൽ എന്തൊക്കെ പഠിക്കണം? അതിലെ PV ഡയഗ്രാം പഠിക്കണം, അതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ നേരത്തെ ഷെയർ ചെയ്യാൻ പറയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.